പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കോപ്പ് ഓഫ് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എ എസെൻഷ്യൽ ഫിനാൻഷ്യൽ ടൂൾ ദാറ്റ് ഔട്ട്ലൈൻ ദ ഗവൺമെന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ പ്ലാൻ ഫോർ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിലേക്കുള്ള ഗവൺമെന്റിന്റെ റവന്യൂയും എക്സ്പെൻഡിച്ചറിനെയും ഔട്ട്ലൈൻ ആണെന്ത് ബഡ്ജറ്റ് എന്ന് പറയും. ബഡ്ജറ്റ് ഡോക്യുമെന്റ് ടിപ്പിക്കലി വൺ ഫിസിക്കൽ ഇയർ ആണ് ഇതിൽ ഉൾക്കൊള്ളുക. ഇതിന് ഡിഫറെന്റ് ബഡ്ജറ്റ് ഡോക്യുമെന്റുകൾ വേണം. അതിൽ ഒന്നാമത്തത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് is the primary document that estimates government receipt and expenditure for the upcoming fiscal year. അപ്കമിങ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ഇയറിലേക്കുള്ള ഗവൺമെന്റിന്റെ എന്താണ് പ്രൈമറി ഡോക്യുമെന്റ് ആണ്. അതെന്ത് ചെയ്യാണ്? എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഗവൺമെന്റ് റെസിപ്റ്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ എസ്റ്റിമേറ്റിന്റെ ഒരു പ്രൈമറി ഡോക്യുമെന്റ് ആണ്. അടുത്ത വർഷത്തെ റവന്യൂ ഇത്രയാണ്, അടുത്ത വർഷത്തെ എക്സ്പെൻഡിച്ചർ ഇത്രയാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഡോക്യുമെന്റ് മാൻഡേറ്റഡ് ബൈ ദ ആർട്ടിക്കിൾ 112 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 112 പ്രകാരമാണ് ഇത് നിർബന്ധമായിട്ട് വേണ്ട ഒന്നാണ്. ഇറ്റ് പ്രസന്റ് ദ എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 3 പാർട്സ്. ഇത് റെസിപ്റ്റും ഇതിൽ ഡിസ്പേഴ്സ്മെന്റും അത് പ്രസന്റ് ചെയ്യണം 3 പാർട്ടിലൂടെയാണ്. ഒന്ന് റവന്യൂ അക്കൗണ്ട് റെസിപ്റ്റ്, റവന്യൂ അക്കൗണ്ട് ഡിസ്പേഴ്സ്മെന്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് റെസിപ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസ്പേഴ്സ്മെന്റ്. റവന്യൂ അക്കൗണ്ടിലെ വരുമാനം എന്തൊക്കെയാണ് റെസിപ്റ്റ്, റവന്യൂ അക്കൗണ്ടിലെ ഡിസ്പേഴ്സ്മെന്റ്, ക്യാപിറ്റൽ അക്കൗണ്ടിലെ റെസിപ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡിസ്പേഴ്സ്മെന്റ്. ഇതാണ് ഒന്നാമത്തെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലെ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തത് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ഷോസ് ഡീറ്റെയിൽ ഇൻ നെറ്റ് പൊസിഷൻ ഓഫ് ട്രാൻസാക്ഷൻ അണ്ടർ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. കണ്ടിജൻസി ഫണ്ട് നമ്മൾ പറഞ്ഞു എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. അതിലെ ഇപ്പോഴത്തെ എത്ര ഫണ്ട് ഉണ്ട് എന്നുള്ളത്. പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ റെസിപ്റ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ്. പബ്ലിക് അക്കൗണ്ടിൽ നിന്ന് എത്ര ഫണ്ട് ചെലവഴിച്ചു, എത്ര കാര്യങ്ങൾ വരും, അതിൽ ഫണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 3 ഹെഡിങ്ങിലാണുള്ളത്. ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് 4 തരം ഉണ്ട്, 4 ഭാഗങ്ങളായിട്ടാണ് വേണ്ടത്. കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. It also includes statement detailing receipt and expenditure of union territory without legislature. Legislature ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയിലെ റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും ഇതിൽ ഉൾക്കൊള്ളും. ഇനി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. Demand for grant refers to the detailed expenditure requested made by various government ministry or department for the fiscal year. Next fiscal year, next financial yearലേക്ക് ഓരോ വേരിയസ് ഗവൺമെന്റിന്റെ മിനിസ്ട്രി ആവശ്യപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ റിക്വസ്റ്റ് ആണ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്ന് പറയുന്നത്. Mandated by the Article 130 of the Indian Constitution. This document is a submission of expenditure estimate from the Consolidated Fund of India for approval by the Lok Sabha. ലോകസഭയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചെലവഴിക്കാനുള്ള അതിന് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. One demand for grant is presented for each ministry or department. It includes provision for revenue, capital, loan and advance. ഓരോ മിനിസ്ട്രിയും ഡിമാൻഡ് ഫോർ ഗ്രാന്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ റവന്യൂ പ്രൊവിഷൻ അതിൽ ഉൾക്കൊള്ളണം, ക്യാപിറ്റൽ, ലോൺ, അഡ്വാൻസ് ഒക്കെ അതിൽ ഉൾക്കൊള്ളണം. ഇറ്റ് കണ്ടെയ്ൻ ദ എസ്റ്റിമേറ്റ് ഓഫ് വോട്ടഡ് ചാർജഡ് എക്സ്പെൻഡിച്ചർ with a necessary breakdown under the major head. This demand must be presented by the legislative body for approval. ഇത് അപ്രൂവലിന് വേണ്ടി ലെജിസ്ലേറ്റീവ് ബോഡിയിൽ ഇത് പ്രസന്റ് ചെയ്യണം. The demand for grant document break down the overall financial need of government department to specific funding request. ഒരു സ്പെസിഫിക് ഫണ്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഏജൻസിയുടെ ആവശ്യമുള്ള ഓവറോൾ ഫിനാൻഷ്യൽ നീഡ്സ് ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. A demand from Ministry of Education might request a specific amount of education development, salaries and infrastructure project. Demand for from the Ministry of Education വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ, അതിൽ സ്പെസിഫിക് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് അതിൽ ഉൾക്കൊള്ളുക. സാലറീസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള. നെക്സ്റ്റ് ഫിനാൻസ് ബില്ല്. The finance bill is a key legislative document that outlines the legal changes required to implement financial policy of the government. ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പോളിസിയിൽ മാറ്റം വരുത്തുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലെജിസ്ലേറ്റീവ് ഡോക്യുമെന്റ് ആണ് എന്ത് ഫിനാൻസ് ബിൽ. Presented as per the Article 110(1)(a) of the Constitution. The finance bill detail imposition, abolition, remission, alteration or regulation of taxed proposed in the budget. ഒരു ഗവൺമെന്റ് ബജറ്റിൽ തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്ന ടാക്സിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെ ടാക്സുകൾ ചുമത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, നെക്സ്റ്റ് ഫിനാൻഷ്യൽ എന്തൊക്കെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തൊക്കെ റീമിഷൻ ചെയ്യാനോ എന്തൊക്കെ അൾട്രേഷൻ ചെയ്യാൻ, ഈ കാര്യങ്ങളാണ് ഫിനാൻസ് ബില്ലിൽ ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് മണി ബിൽ ആൻഡ് ആൾസോ ഇൻക്ലൂഡ് മെമ്മോറാണ്ടം എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ പ്രൊവൈഡിങ് ക്ലാരിറ്റി ഓൺ ദ ടാക്സേഷൻ പ്രപ്പോസൽ. ഒരു ഗവൺമെന്റിന്റെ ഒരു ബജറ്റിൽ വരുന്ന ടാക്സേഷൻ പ്രപ്പോസലിന്റെ ഒരു ക്ലാരിറ്റി ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യും, അത് അതിൽ ഉൾക്കൊണ്ടിരിക്കും. മണി ബില്ലാണ്
ഇത് memorandum explaining the provision of providing clarity on taxation proposal. It include amendment to tax law. Tax law ൽ വരുന്ന amendment ഈ വർഷം income tax ൽ പുതിയ amendment വന്നു. ഇതിൽ include ചെയ്യണം. The introduction of new tax, പുതിയ tax വരികയാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളണം. Or modification to the structure of the existing taxation policy. നിലവിലുള്ള taxation policyയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇതിൽ ഉൾക്കൊള്ളാം. Typically, the finance bill also include provision regarding government borrowing and public debt management. അതുപോലെ തന്നെ ഫിനാൻസ് ബിൽ ആൾസോ ഇൻക്ലൂഡ് ചെയ്യണം പ്രൊവിഷൻ റിഗാർഡിംഗ് ഗവൺമെന്റ് ബോറോയിങ് പബ്ലിക് ഡെപ്ത് മാനേജ്മെന്റ് ഒക്കെ ഇതിൽ ഉൾക്കൊള്ളാം. ദ ഫിനാൻസ് ബിൽ മൈറ്റ് ഇൻക്ലൂഡ് പ്രൊവിഷൻ ഓഫ് റെഡ്യൂസ്ഡ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഓർ ടാക്സേഷൻ ചേഞ്ച് ഫോർ സ്പെസിഫിക് സെക്ടേഴ്സ് ലൈക്ക് ടെക്നോളജി ഓർ അഗ്രികൾച്ചർ. ഏതെങ്കിലും ബന്ധപ്പെട്ട മേഖലക്ക് ടാക്സ് റേറ്റ് കുറക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പുതിയ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളണം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാൻഡേറ്ററി അണ്ടർ ദ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് FRBM ആക്ട്. FRBM ആക്ടുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് അതിൽ വേണം. അതെന്ന് FRBM സ്റ്റേറ്റ്മെന്റ് മാൻഡേറ്ററി ആൻഡ് ദ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ്, അതാണ് FRBM. It requires government to present specific fiscal policy statement. Specific fiscal policy statement present ചെയ്യണം to ensure responsibility management of public finance. ഗവൺമെന്റിന്റെ പബ്ലിക് ഫിനാൻസിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അത് വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നതെന്നുള്ള അതിൽ വളരെ കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന രേഖയാണ് FRBM ആക്ട് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റും ഇൻക്ലൂഡ് ചെയ്യുന്നത് മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്. ഗവൺമെന്റിന്റെ ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് മീഡിയം ടേം ഇത് 3 മുതൽ 5 വർഷത്തേക്കുള്ള. മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് വേണം. പ്രൊവൈഡ് അനാലിസിസ് ഓഫ് എക്കണോമിക് കണ്ടീഷൻ, ഇൻഫ്ലേഷൻ, ഗ്രോത്ത്, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചതാണ് മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്. ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദി ഗവൺമെന്റ് ഫിസിക്കൽ ഗോൾ ആൻഡ് സ്ട്രാറ്റജി ടു അച്ചീവ് ദം. ഗവൺമെന്റ് ഫിസിക്കൽ ഗോൾ എന്ത്, അതിനുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അതിൽ അടങ്ങിയിരിക്കണം. FRBM statement may project reduction in the fiscal deficit over a few years and outline how it plans to achieve that. Fiscal deficit reduction ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഫ്യൂ ഇയേഴ്സ് അതിൽ വേണം. അത് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള ഔട്ട്ലൈനും അതിൽ ഉൾക്കൊണ്ടിരിക്കണം. ഇനി എക്സ്പെൻഡിച്ചർ ബജറ്റ് വേണം. ദ എക്സ്പെൻഡിച്ചർ ബജറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ ഗവൺമെന്റ് പ്ലാൻസ് ടു സ്പെൻഡ് പബ്ലിക് ഫണ്ട് അക്രോസ് ഡിഫറെന്റ് സെക്ടേഴ്സ് ആൻഡ് പ്രോഗ്രാം. ഡിഫറെന്റ് സെക്ടേഴ്സിലേക്ക് ഡിഫറെന്റ് പ്രോഗ്രാമിലേക്ക് എത്രയാണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക് ഫണ്ടിൽ നിന്ന്. ഇറ്റ് ഇൻക്ലൂഡ് എസ്റ്റിമേറ്റ് ഓഫ് ബോത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ വേണം, ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാലറി സബ്സിഡി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡിഫൻസ് പോലുള്ളതാണ്. ഈ രണ്ടും ഉൾക്കൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റു ഡിപ്പാർട്ട്മെന്റ്, വേരിയസ് മിനിസ്ട്രീസിലേക്കുള്ള ഈച്ച് സ്പെസിഫിക് ദെയർ റെസ്പെക്റ്റീവ് സ്പെൻഡിങ് നീഡ്സ്. അതിൽ വളരെ കൃത്യമായിട്ട് ഓരോന്നിന്റെയും സ്പെൻഡിങ് നീഡ്സ് അതിൽ പറഞ്ഞിരിക്കണം. പ്രൊവൈഡ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഐറ്റം. എക്സ്പെൻഡിച്ചർ ഐറ്റത്തിന്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അതിൽ വേണം. മേജർ പ്രോഗ്രാം അണ്ടർ ദ ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. The expenditure budget also include details on expenditure related to the center and transfer to the state or union territory. എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ടാക്സിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട് ഉണ്ട്, അതും അതിൽ ഉൾപ്പെടും. അതേപോലെ യൂണിയൻ ടെറിട്ടറിയിലേക്ക്. എക്സ്പെൻഡിച്ചർ ക്ലാസിഫൈഡ് സെൻട്രൽ എക്സ്പെൻഡിച്ചർ, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ, സെൻട്രൽ സെക്ടർ സ്കീം, അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ. എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ വേണ്ടിയിരിക്കണം. സെൻട്രൽ സെക്ടറിന്റെ പല സ്കീമുകൾ ഉണ്ടായിരിക്കും, അതിന്റെ ഫണ്ടുകൾ. ഇനി ട്രാൻസ്ഫർ ടു ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾ ഉണ്ടായിരിക്കും. ഫിനാൻസ് കമ്മീഷൻ പറയുന്ന ട്രാൻസ്ഫർ വേണം, അതർ ട്രാൻസ്ഫർ ടു ദ സ്റ്റേറ്റ്. ഓക്കെ. ദ എക്സ്പെൻഡിച്ചർ ബജറ്റ് മേ ഇൻക്ലൂഡ് അലോക്കേഷൻ ഫോർ ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ. ഡിഫറെന്റ് സെക്ടറിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അതിൽ വേണ്ടത്. ഇനി റെസിപ്റ്റ് ബജറ്റ്. Explain the estimate of revenue receipt and capital receipt included in the financial statement. Annual financial statement include ചെയ്യുന്ന റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ് റെസിപ്റ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് റവന്യൂ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, റവന്യൂ റെസിപ്റ്റും വേണം, ക്യാപിറ്റൽ റെസിപ്റ്റും വേണം. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ് ടു പാർട്ട് എ റെസിപ്റ്റ്, അബ്സ്ട്രാക്ട് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് റെസിപ്റ്റ് അലോങ് വിത്ത് എക്സ്പ്ലനേഷൻ. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് എക്കോണമിക്ക് വേണ്ട ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് റെസിപ്റ്റും അതിലുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ വേണം. പിന്നെ പാർട്ട് ബി അസറ്റ് ആൻഡ് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അസറ്റ് എന്ത് ആൻഡ് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് അസറ്റ് ആൻഡ് ലയബിലിറ്റി സച്ച് ആസ് അരിയർ ഫോർ ഓഫ് നോൺ ടാക്സ് റവന്യൂ, ടാക്സ് റവന്യൂ റൈസ്ഡ് ബൈ ബട്ട് നോട്ട് റിയലൈസ്ഡ് ഗവൺമെന്റ് ഡെപ്റ്റ്. ഓക്കെ. ഇനി എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. എക്സ്പെൻഡിച്ചർ പ്രൊഫൈൽ പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ഹൗ ഗവൺമെന്റ് സ്പെൻഡിങ് ഹാസ് ഇവോൾവ്ഡ് ഓവർ ദ ഇയേഴ്സ്.
ഓവർ ദ ഇയേഴ്സിൽ ഗവൺമെന്റ് സ്പെൻഡിങ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ ഓവർവ്യൂ. ഷോയിങ് എക്സ്പെൻഡിച്ചർ പാറ്റേൺ ഫോർ ഡിഫറെന്റ് സെക്ടേഴ്സ്. ഡിഫറെന്റ് സെക്ടറിലേക്കുള്ള എക്സ്പെൻഡിച്ചർ പാറ്റേൺ അതിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ ഓവർ ദ ഇയേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ഇവാലുവേറ്റ് വെദർ ഫണ്ട് ആർ ബീങ് അലോക്കേറ്റഡ് എഫിഷ്യൻലി അക്രോസ് വേരിയസ് സെക്ടേഴ്സ്, വെദർ ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അലൈൻ വിത്ത് ദ പോളിസി പ്രിയോറിറ്റി. ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഡിഫറെന്റ് സെക്ടറിലേക്ക് എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളത്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെ പോളിസി പ്രിയോറിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ ചെലവഴിച്ചു. ദ പ്രൊഫൈൽ ടിപ്പിക്കലി കമ്പയർ ബജറ്റ് എക്സ്പെൻഡിച്ചർ. ഈ ഇത് എന്ത് ചെയ്യും, ടിപ്പിക്കലി ബജറ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കമ്പയർ ചെയ്യണം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഫ്രം ദ പ്രീവിയസ് ഇയർ. ഇനി പിന്നെ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയാം, ഒരു ഓവർവ്യൂ ഓഫ് റെസിപ്റ്റും ഡിസ്പേഴ്സ്മെന്റ് സെക്ടർ വൈസ് അലോക്കേഷന്റെ ഒരു ഗ്ലാൻസ് ഉണ്ടായിരിക്കും. ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും. ഇൻക്ലൂഡ് കീ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരിക്കും, ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ടായിരിക്കണം. മെമ്മോറാണ്ടം എക്സ്പ്ലെയിനിങ് പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് ബിൽ. ഫിനാൻസ് ബില്ലിന്റെ പ്രൊവിഷന് വേണ്ടിയിട്ടുള്ള മെമ്മോറാണ്ടം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെമ്മോറാണ്ടം ഉണ്ടായിരിക്കണം. ഔട്ട്പുട്ട് ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കും. This framework is for central sector scheme, centrally sponsored scheme with financial outlay of 5,500 crore or more മുകളിലുള്ളതിന്റെ ഔട്ട്പുട്ട് എത്രയാണ് ഫണ്ട് ചെലവഴിക്കുന്നത്, അതിന്റെ ഔട്ട്കം എന്ത് എന്നുള്ളതിന്റെ മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് അതിലുണ്ടായിരിക്കണം. To define measurable indicators, output, outcome and target for the next financial year. Key features of budget. ബജറ്റിന്റെ കീ ഫീച്ചേഴ്സ് അതിലുണ്ടായിരിക്കണം. എന്താണ് നമ്മൾ അച്ചീവ്മെന്റ്, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ബജറ്റ് നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു, എന്താണ് പുതിയ ഇനീഷ്യേറ്റീവ് എന്തായിരിക്കണം, അതാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. സെക്ടർ വൈസ് ഫണ്ടിങ് അലോക്കേഷൻ ഇൻ ദ ബജറ്റ്, ഓരോ സെക്ടറിലേക്ക് എന്ത് ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. ആൾസോ ഇൻക്ലൂഡ് സമ്മറി ഓഫ് ടാക്സ് പ്രപ്പോസൽ, ടാക്സ് പ്രപ്പോസലിന്റെ സമ്മറിയും ഉണ്ടായിരിക്കണം. സ്റ്റാറ്റസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് അനൗൺസ്മെന്റ്. ദിസ് ഡോക്യുമെന്റ് ട്രാക്സ് പ്രോഗ്രസ് ഓഫ് ബജറ്റ് അനൗൺസ്മെന്റ് ഫ്രം പ്രീവിയസ് ഇയർ ആൻഡ് പ്രൊവൈഡ് അപ്ഡേറ്റ് ഓഫ് ആക്ഷൻ ടേക്കൻ ഫസ്റ്റ് വീക്ക് ജനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്താണ്, ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് എന്ത്, അത് ഈ അതിനെതിരെ എന്തൊക്കെ അപ്ഡേഷനുകൾ വരുത്തി, ആക്ഷൻ ടേക്കൻ ഫസ്റ്റ് വീക്ക് ഓഫ് ജനുവരി. കീ ടു ബജറ്റ് ഡോക്യുമെന്റ് പ്രൊവൈഡ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബജറ്റ് ഡോക്യുമെന്റ് ലിസ്റ്റഡ് അബവ്. നമ്മൾ മുകളിൽ 12 ഡോക്യുമെന്റ് വരണം, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഓരോന്നിന്റെ ഡിസ്ക്രിപ്ഷൻ അടങ്ങിയിരിക്കുന്നതാണ് കീ ടു ബജറ്റ് ഡോക്യുമെന്റ്, നമ്മൾ പറഞ്ഞ ബജറ്റ് ഡോക്യുമെന്റ്. ഇങ്ങനെയുള്ള ബജറ്റ് ഡോക്യുമെന്റുകൾ, അങ്ങനെ 13 കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് എന്ത് ബജറ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ട് കരുതുന്നു. ഓക്കെ, താങ്ക് യു.